അർജുൻ അസോസിയേറ്റ്സ് വാസ്തുഭവനം. വീടുകളുടെ സ്വീകരണ മുറി മുതൽ ബാക്കിയുള്ള ഭാഗങ്ങൾ എങ്ങനെ നമ്മൾ ക്രമീകരിക്കണം, വാസ്തുശാസ്ത്രപരമായിട്ട് എങ്ങനെ ക്രമീകരിക്കാം. വീട്ടിന്റെ പ്ലാൻ തയ്യാറാകുമ്പോൾ ശാസ്ത്രവിധി പ്രകാരം മുറികളുടെ സ്ഥാനവും അതിൽ നമ്മൾ പഠനമുറിയെ പറ്റിയാണ് ഒരു പ്ലാൻ വരയ്ക്കുമ്പോൾ തന്നെ അതിനകത്ത് നമുക്ക് ഒരു പ്രധാനമായിട്ടൊരു വീട്ടിന് ആവശ്യമുള്ള സിറ്റ് ഔട്ട്, ഹാള്, ഡ്രോയിങ് ഹാൾ അല്ലെങ്കിൽ സ്വീകരണ മുറി, ഡൈനിങ്, കിച്ചൺ, ബെഡ്റൂംസ്, പൂജാമുറി, ഇങ്ങനെയുള്ള എല്ലാ അത്യാവശ്യ ഘടകങ്ങളെല്ലാം ഒരു പ്ലാനിനകത്ത് ഉണ്ടാവണം. നമസ്കാരം. അർജുൻ അസോസിയേറ്റ്സിൻ്റെ വാസ്തുഭവനം എന്ന ഇന്നത്തെ ഈ എപ്പിസോഡിലേക്ക് ACVയുടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. സ്നേഹപൂർവ്വം നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നതോടൊപ്പം തന്നെ കഴിഞ്ഞ ആഴ്ച അർജുൻ സാറ് നമുക്ക് കുട്ടികളുടെ പഠനമുറി എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുകയുണ്ടായി. ഇത്തവണ നമുക്ക് വീടുകളുടെ സ്വീകരണ മുറി മുതൽ ബാക്കിയുള്ള ഭാഗങ്ങൾ എങ്ങനെ നമ്മൾ ക്രമീകരിക്കണം, വാസ്തുശാസ്ത്രപരമായിട്ട് എങ്ങനെ ക്രമീകരിക്കാം, പഠനമുറി, അങ്ങനെയുള്ള ഓരോ മുറികളെക്കുറിച്ചും നമ്മളെല്ലാ ആഴ്ചയിലും അദ്ദേഹം നമ്മുടെ സംസാരിക്കുന്നതാണ്. അദ്ദേഹത്തെ ഈ എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സാർ നമസ്കാരം. സാർ അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പഠനമുറികളെ കുറിച്ച് ഒരു വീട്ടിന്റെ പ്ലാൻ തയ്യാറാകുമ്പോൾ ശാസ്ത്രവിധി പ്രകാരം മുറികളുടെ സ്ഥാനവും അതിൽ നമ്മൾ പഠനമുറിയെ പറ്റിയാണ് കഴിഞ്ഞ ഇതിൽ ആഴ്ച നമ്മളത് വിശദീകരിച്ചത്. അപ്പോൾ നമ്മളെപ്പോഴും ഒരു വീട് വീടിന്റെ പണി തുടങ്ങുന്നതിന് മുമ്പ്, പ്ലാന് വരയ്ക്കുന്നതിന് മുമ്പ് തന്നെ ഈ വാസ്തുവിദ്യയുടെ അതിൻ്റെ തത്വങ്ങളും കൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളിത് മുന്നോട്ട് പോയാൽ പിന്നെ നമുക്ക് അതിനകത്ത് വേറെ ഒരു ചിന്തയുടെ ആവശ്യമില്ല. ഉദാഹരണത്തിന് ഒരു പ്ലാൻ വരയ്ക്കുമ്പോൾ തന്നെ അതിനകത്ത് നമുക്ക് ഒരു പ്രധാനമായിട്ടൊരു വീട്ടിന് ആവശ്യമുള്ള സിറ്റ് ഔട്ട്, ഹാള്, ഡ്രോയിങ് ഹാൾ അല്ലെങ്കിൽ സ്വീകരണ മുറി, ഡൈനിങ്, കിച്ചൺ, ബെഡ്റൂംസ്, പൂജാമുറി, ഇങ്ങനെയുള്ള എല്ലാ അത്യാവശ്യ ഘടകങ്ങളെല്ലാം ഒരു പ്ലാനിനകത്ത് ഉണ്ടാവണമല്ലോ. അപ്പൊ പ്ലാന് ഒരു ഉദ്ദേശം പ്രേക്ഷകർ കാണാൻ വേണ്ടിയിട്ട് അതിന്റെ ഒരു സ്ഥാനം വാസ്തുവിധി ഒരു സ്ഥാനം പറയുന്നുണ്ട്. നമ്മൾ അതും കൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്തി നമ്മൾ മുന്നോട്ട് പോയാൽ നമുക്ക് പിന്നീട് നമ്മൾ മുറിയുടെ സ്ഥാനം തെറ്റിപ്പോയി ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാസ്തുവിദ്യയായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നമുക്കൊരു സംശയത്തിന് നമുക്ക് എന്തെങ്കിലും ചെറിയൊരു ബുദ്ധിമുട്ട് ജീവിതത്തിൽ അനുഭവപ്പെടുമ്പോൾ നമ്മൾ വീട് ശരിയല്ലല്ലോ എന്നൊരു സംശയം തോന്നുന്നത്, അപ്പൊ മുറിയുടെ സ്ഥാനങ്ങൾ ശരിയല്ല എന്നൊരു സംശയം നമുക്ക് വരാതിരിക്കാൻ അത് ഒന്ന് മനസ്സിലാക്കി പോകുന്നത് നല്ലതാണ്. ശരി. അപ്പൊ നമുക്ക് പൊതുവായിട്ട് ഒരു വീടിന്റെ മുറികളുടെ സ്ഥാനങ്ങൾ കാണിക്കാമെന്ന് വിചാരിക്കും. തീർച്ചയായിട്ടും സാർ, ഇപ്പോൾ സ്ക്രീനിൽ സ്കെച്ച് ഉണ്ട്. അപ്പോൾ അത് സാർ ഒന്ന് പ്രേക്ഷകർക്കൊന്ന് വിശദീകരിച്ചാൽ. അപ്പോൾ അതിൽ ഒരു സാധാരണ നമുക്കൊരു വീടിന്റെ ഇത് പറയുമ്പോൾ അതിനകത്ത് ഒരു സ്ക്വയർ അല്ലെങ്കിൽ റെക്ടാങ്കിൾ ആയിട്ടായിരിക്കും നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ആ റെക്ടാങ്കിൾ ആയിട്ട് നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് ആദ്യം അതിന്റെ മധ്യഭാഗം നമുക്ക് ഗൃഹമധ്യമായിട്ടും അല്ലെങ്കിൽ ബ്രഹ്മപദമായിട്ടാണ് കാണുന്നത്. അതിന് ചുറ്റുമാണ് മുറികൾ വരുന്നത്. ഇത് നാലുകെട്ടിനായാലും ഇത് തന്നെയാണ് തത്വം, അല്ലാത്ത ഏകശാലകളായാലും ഇത് തന്നെയാണ് തത്വം. അപ്പം ഈ നടുമുറ്റം അല്ലെങ്കിൽ ആ ബ്രഹ്മപദം വരുന്ന ഭാഗത്ത് നമുക്ക് മറ്റ് നിർമ്മാണങ്ങൾ നടത്താൻ പാടില്ല എന്നുള്ളതാണ് ശാസ്ത്രം പറയുന്നത്. അപ്പോൾ അത് നാലുകെട്ട് പണിയുമ്പോൾ അവിടെ നടുമുറ്റം. ഈ സ്കെച്ചിൽ നമ്മളിപ്പോ ഒരു സ്വീകരണ മുറിയുടെ ഒരു ഏകദേശം രൂപം പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അതെ, സ്വീകരണം അതിൽ എല്ലാ മുറികളുടെ ഒരു വീട്ടിന് ആവശ്യമുള്ള മുറികളുടെ ഏതൊക്കെ സ്ഥാനത്ത് ഏതൊക്കെ ദിശയിൽ വരണമെന്നുള്ളത് വ്യക്തമായിട്ട് നമുക്ക് പറയുന്നുണ്ട്. അപ്പോൾ ഉദാഹരണത്തിന് കിച്ചണാണ് നമ്മൾ എടുക്കുമ്പോൾ എല്ലാവരും ആദ്യം നോക്കുന്നത്. പിന്നെ വീട്ടിന്റെ പ്രധാനപ്പെട്ട ഭാഗം അടുക്കള, ബെഡ്റൂം, ഡ്രോയിങ് ഹാള്, ഡൈനിങ്, ഇവരുടെ വ്യക്തിത്വവും അവരുടെ എല്ലാ രീതിയും നമുക്ക് അതിൽ നിന്ന് തന്നെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നില്ലേ സ്വീകരണ മുറിയിലെ, ഞാൻ ചുരുക്കി പറഞ്ഞതാണ്. നമുക്കൊരു പ്ലാൻ വരയ്ക്കുമ്പോൾ അതിന്റെ സ്ക്വയർ ആയിട്ട് സങ്കല്പിക്കുക. ഇപ്പൊ 10 മീറ്റർ നീളവും 10 പറയുമ്പോൾ അതിനകത്ത് ഒരു വീട്ടിൽ ഏറ്റവും കൂടുതൽ ഭാരം കൂടിയ വസ്തുക്കൾ വരുന്നതും അത് വെക്കേണ്ട സ്ഥാനങ്ങളൊക്കെ ഇങ്ങനെയുള്ളതാണ്. അപ്പോൾ അവിടെ വരുമ്പോഴത്തേക്ക് ഈ ഇതിനകത്ത് വരുന്ന സോഫയും സെറ്റിയും ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളെല്ലാം തെക്ക് വശത്തോ പടിഞ്ഞാറ് വശത്തോ ക്രമീകരിക്കുന്നതാണ് നല്ലത്. അതിന്റെ പണി തുടങ്ങിയിട്ട് ഒരു 10-20 വർഷത്തോളം ആയിട്ട് അത് പൂർത്തീകരിച്ച് താമസിക്കാനുള്ള ഒരു ഭാഗ്യം നിങ്ങൾക്ക് ഇതുവരെ വന്നില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ വാസ്തുപരമായിട്ടുള്ള പിശകുകൾ ചിലപ്പോൾ നമ്മൾ ആ വീട്ടിനകത്ത് കാണാൻ സാധ്യത കൂടുതലാണ്. ഇങ്ങനെ സംഭവിക്കുന്നതിന് വീട്ടിന് ഒരു ഘടകമുണ്ട്. അതിന്റെ പ്ലാനും നമ്മൾ ആ നിർമ്മാണത്തിനും ഒക്കെ ശാസ്ത്രവിധി പ്രകാരം എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ മാത്രമാണ് അത്തരത്തിലൊരു അനുഭവത്തിലേക്ക് നമ്മൾ ചെന്ന് വീഴുന്നത്.